നിങ്ങൾ തന്നെ വികസിപ്പിച്ചെടുത്ത മെഷീൻ അല്ലേ? അതെ അതെ, എന്റെ പേര് ഡോക്ടർ കവിത. ഞാൻ ബയോടെക്നോളജിയിൽ PhD കഴിഞ്ഞതാ. ഓക്കെ. അപ്പൊ ഞാൻ ഒരു സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. പിന്നെ അവിടുന്ന് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഞാനിത് തുടങ്ങിയത്. അപ്പൊ എനിക്ക് ഈ ഫാമേഴ്സുമായിട്ടുള്ള ഒരു ഇതിനകത്ത് ഇതിന്റെ ഒരു അഭാവം മനസ്സിലായി, ടൈമിലി കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പൊ എന്തുകൊണ്ട് അതാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഒത്തിരി ഫാമേഴ്സുമായിട്ട് നമുക്കൊരു ഇന്ററാക്ഷൻ. അപ്പൊ അവർ ഒത്തിരി പ്രോബ്ലംസ് പറഞ്ഞു, അഡ്വൈസറി സമയത്ത് കിട്ടുന്നില്ല, പെസ്റ്റിന്റെ പ്രോബ്ലംസ് പറഞ്ഞു. അങ്ങനെ ആ കൂട്ടത്തിൽ പറഞ്ഞാണ് പിന്നെ സോയിൽ ടെസ്റ്റിങ്ങിന് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ടൈമിലി അതിന്റെ റിസൾട്ട് കിട്ടാൻ താമസിക്കുന്നുണ്ടെന്ന്. അപ്പൊ ഇരുന്ന് ചിന്തിച്ചപ്പോ എന്നാ അത് എന്തുകൊണ്ട് അതിനൊരു നമ്മുടെ തെർമോമീറ്റർ പോലെ ഒരു സാധനം ഉണ്ടാക്കിക്കൂടാന്നുള്ളത് ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് അവിടെ ട്യൂബർ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സയന്റിസ്റ്റുമാരുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ അവരാണ് നമ്മൾ അഡ്വൈസേഴ്സ്. ഡോക്ടർ മകനാണ് അത് പതുക്കെയാണ് വന്നത്. അർജുൻ പിന്നെ പതുക്കെയാണ് ഇതിനകത്തോട്ട് വന്നത്. പിന്നെ ഇതിന്റെ അത് കൺസീവ് ചെയ്ത സമയം മീൻസ് ഐഡിയ വന്ന സമയത്ത് ഇവരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. അപ്പം ആദ്യമേ ഇത് കുറച്ചുകൂടെ ഒരു ബിഗ് സൈസിലാണ് ഉണ്ടായിരുന്നത്. അതിനെ നമ്മൾ കേരളം ഒട്ടാകെ, തമിഴ്നാട്, കർണാടക, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും മണ്ണെടുത്ത് അതിനകത്ത് എത്രയോ നാളത്തെ ഒരു 4-5-6 വർഷത്തെ ഒരു ടെസ്റ്റിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക്. അതിനിടയിൽ കൂടെ ഞാൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഇൻക്യുബേറ്റിംഗ് കൂടെയാണ്. അപ്പം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഫാം മെഷീനറീസിന്റെ അവിടെ കൊടുത്ത് ഇത് ടെസ്റ്റിങ്ങും കഴിഞ്ഞ് അതിന്റെ സർട്ടിഫിക്കേഷനും ഉള്ളതാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ്. അങ്ങനെ ഞങ്ങള് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇത് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്തു നമ്മുടെ പ്രോഡക്റ്റ്. അപ്പം അർജുൻ ഇതിന്റെ ടെക്നിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഐഡിയ കൺസീവ് ചെയ്ത് ഐഡിയ പറഞ്ഞു കൊടുത്ത് അതിന്റെ ഒരു രൂപമാക്കിയത് ഞാനും, പിന്നെ ബാക്കി അർജുന്റെ അഡ്വൈസറി എല്ലാം അർജുനാണ്. അതിന്റെ ആഡിങ് എല്ലാം നമ്മുടെ POP വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമുക്കത് കാണാം അല്ലേ? ഓക്കെ സാർ. ഞങ്ങളുടെ ഡെമോ യൂണിറ്റ്. അപ്പൊ ഞങ്ങൾ ഒത്തിരി ഊരുകയും വെക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ പറയുന്നൊക്കെ നമസ്കാരം. നമ്മുടെ പുതിയൊരു പ്രോഡക്റ്റുമായിട്ട് മാഡം പരിചയപ്പെടുത്തുകയാണെന്ന് വിചാരിക്കുന്നു. ഒരു റിയൽ ടൈം സോയിൽ ന്യൂട്രിയൻ സെൻസർ ആണ്. സോയിൽ ന്യൂട്രിയൻ കർഷകർക്ക് ഇപ്പം സോയിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് സോയിൽ ടെസ്റ്റിംഗ് ലാബുകളിൽ കൊടുക്കുമ്പം അവർക്ക് ടൈംലി അതിന്റെ റിസൾട്ട് കിട്ടുന്നില്ല. അപ്പൊ അത് ഞങ്ങൾ പല കർഷകരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോഴേ അവരിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയ ഒരു അവരുടെ ഒരു ബുദ്ധിമുട്ടാണത്. അപ്പൊ എന്ന് വെച്ചാൽ ആദ്യം ഈ ചീര പോലത്തെയൊക്കെ ചെറിയ ചെറിയ ക്രോപ്പുകളൊക്കെ ചെയ്താൽ ആദ്യത്തെ ഒരു കൾട്ടിവേഷൻ കഴിഞ്ഞ അവരുടെ റിസൾട്ട് കിട്ടിയാൽ പോലും ഇത് കിട്ടുന്നില്ല. അപ്പൊ റിസൾട്ട് കിട്ടുന്നില്ല അവർക്ക്. അപ്പൊ അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിലേക്ക് വന്നത്. അപ്പൊ വന്നിട്ടിപ്പോ ഒരു ഇതിപ്പോ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് 2018 കഴിഞ്ഞപ്പോ രജിസ്റ്റർ ചെയ്തതാ കമ്പനി. അന്ന് മുതലേ ഇതിനകത്ത് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് പല രീതിയിലുള്ള. എന്റെ പേര് ഡോക്ടർ കവിത. ഞാൻ ബയോടെക്നോളജിയിൽ PhD കഴിഞ്ഞ് സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അവിടുന്ന് ഞാൻ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ പല കർഷകരുമായിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ നമ്മുടെ പ്രോജക്ട്സുമായിട്ട് കോണ്ടാക്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങൾ അവരുടെ പല ബുദ്ധിമുട്ടുകൾ വരുന്ന കൂട്ടത്തിലുള്ള ഒരു സംഭവമാണ്, ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് ഇതെന്ന് നമുക്ക് തോന്നി. റിസൾട്ട് ഇതിനകത്ത് NPK ഉൾപ്പെടെ 9 ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസ് നോക്കുന്നുണ്ട്. പിന്നെ അതിന്റെ കൂടെ സോയിൽ pH, ടെമ്പറേച്ചർ സോയിൽ pH, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, മോയ്സ്ചർ, ഇത്രയും സംഭവങ്ങൾ നോക്കുന്നുണ്ട്. അപ്പൊ നമുക്കിത് ഞാന് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഇൻക്യുബേറ്റിയും കൂടെയാണ്. അഗ്രിയുടെ ABIയുടെ ഇൻക്യുബേറ്റി ആണ് ഞാന്. അതുപോലെ തന്നെ ഞാനിപ്പം കമ്പനി നടത്തുകയാണ് സ്വന്തമായിട്ട്. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് ആണ് ഇത്. ലോഞ്ച് ന്യൂട്രി എന്നാണ് ഇതിന്റെ പേര്. നമ്മുടെ ഈ ഓൺലൈനിലൊക്കെ കിട്ടുമല്ലോ ഇതുപോലെ ഇതിന് സമാനമായ മെഷീൻ നമുക്ക് ഓൺലൈനിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതുമായിട്ട് എന്താണ് വിഭിന്നത? അതുമായിട്ട് ഇതിനകത്ത് നല്ല വ്യത്യാസമുണ്ട്. ഇത് പറഞ്ഞാൽ മതി. ഇതിന്റെ ഫങ്ഷൻസ് ഒക്കെ ഒന്ന് പറഞ്ഞു തരുമോ? എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഇത് ഏകദേശം ഇപ്പം ഒരു സോയിലിന്റെ 12 പാരാമീറ്റേഴ്സ് ആണ്. അതിനകത്ത് 9 ന്യൂട്രിയൻസ് തന്നെയാണ്. അതായത് NPK, കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ, അയൺ, സിങ്ക്, കോപ്പർ. ഇത്ര എണ്ണമാണ് അത് ന്യൂട്രിയൻസ് ആയിട്ട് ചെക്ക് ചെയ്ത് തരുന്നത്. അതിന് പുറമെ നമ്മൾ പിന്നെ ചെക്ക് ചെയ്ത് തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ pH, സോയിൽ മോയ്സ്ചർ, അതിന് പുറമെ നമ്മുടെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി.
പ്രധാനമായിട്ട് pH നമുക്ക് ഇത് എടുക്കാൻ പറ്റും അല്ലേ? pH കിട്ടും. pH വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഞങ്ങളിപ്പോ ഒരു ഫീൽഡിൽ ചെക്ക് ചെയ്തപ്പോൾ അവിടെ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം ഒക്കെ ആവശ്യത്തിന് നല്ല പോലെ ഉണ്ട്, 400 ഒക്കെ ഉണ്ട്. പക്ഷെ pH ഭയങ്കര കുറവായതുകൊണ്ട് അവിടെ നട്ടിരിക്കുന്ന വിള ആ pH-നകത്ത് ന്യൂട്രിയൻസ് വലിച്ചെടുക്കില്ല. അതുകൊണ്ടാണ് തന്നെ അതിനകത്ത് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നത്. അപ്പൊ pH ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. pH വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മണ്ണിലെ എത്ര മൂലകങ്ങൾ നമുക്ക് ഇത് വെച്ച് ടെസ്റ്റ് ചെയ്യാൻ പറ്റും? അതെ, 12 മൂലകങ്ങളകത്ത് 9 ന്യൂട്രിയൻസ്. ടോട്ടൽ 17 എണ്ണം അല്ലേ? ടോട്ടല് 17 അല്ല 16 അതിൽ കൂടുതലാണ്. ഓക്കെ, അപ്പൊ അതിൽ 12 എണ്ണം നമുക്ക് ഈ മെഷീൻ വെച്ച് ടെസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ മെഷീൻ വെച്ച് ടെസ്റ്റ് ചെയ്യുന്ന വിധം ഒന്ന് കാണിച്ചു തരുമോ? അപ്പൊ ഡിവൈസ് ഒന്ന് കാണിക്കാമോ? ഏതാണ് ഡിവൈസ്? ഓക്കെ, ശരി. ഓക്കെ, ഞാൻ അവിടെ മണ്ണിലോട്ട് കുത്തിയിറക്കി വെച്ചിട്ടുണ്ട്. മുഴുവനായിട്ട് അത് ഇറങ്ങി പോണം. ഇതിപ്പോ മൊബൈൽ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അല്ലേ? അതെ, മൊബൈലിനകത്ത് ഇതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, മൊബൈലിനകത്തുള്ള ആപ്ലിക്കേഷൻ ഞങ്ങളുടെ ടീം തന്നെ ഡെവലപ്പ് ചെയ്തതാണ്. ശരി. അപ്പം ഇതിനകത്ത് വൺസ് ഇത് ബ്ലൂടൂത്ത് വഴിയാണ് കണക്ട് ചെയ്യുന്നതും പെയർ ചെയ്യുന്നതും. നമ്മുടെ ജിയോളജിക്കൽ കോർഡിനേറ്റ്സ് ഓപ്പൺ ആക്കിയിട്ടുണ്ടാവും. നമുക്ക് ഇത് കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ബ്ലൂടൂത്ത് പെയർ ആവും. പെയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ റീഡ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഇത് റീഡ് ചെയ്ത് പോകാം. റീഡ് തുടങ്ങി ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് റിസൾട്ട് കാണിച്ചത്. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തെർമോമീറ്റർ വെച്ചിട്ട് പിന്നെ കീ ശബ്ദം അടിക്കുമ്പോൾ നമ്മൾ ടെമ്പറേച്ചർ നോക്കും. ഇത് ആപ്പിനകത്ത് നിങ്ങൾക്ക് തെളിഞ്ഞു കാണും പെട്ടെന്ന്. പിന്നെ ഇതിന്റെ ജിയോളജിക്കൽ കോർഡിനേറ്റ്. അപ്പൊ ഈ കോർഡിനേറ്റിൽ ഇതായിരുന്നു നിങ്ങളുടെ ഇപ്പോഴത്തെ ന്യൂട്രിയൻ. അതായത് 10 ദിവസം കഴിഞ്ഞിട്ട് വന്ന് നോക്കുമ്പോഴത്തേക്കും ന്യൂട്രിയൻ സ്റ്റാറ്റസ് ചേഞ്ച് ആവും. നമ്മൾ നോക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയോ സാറേ? ആപ്ലിക്കേഷൻ ഓപ്പൺ ആണ്. റിസൾട്ട് ഇതുവരെ വന്നില്ല. ഇതിപ്പം കുത്തിയാൽ ഉടനെ നമുക്ക് അറിയാൻ സാധിക്കും അല്ലേ? അതെ, ഒരു 2 മിനിറ്റ് 2.5 മിനിറ്റ് അതിനകത്ത് കിട്ടും. തന്നെ എല്ലാം ഇങ്ങ് വരും, സഹിതം ഇങ്ങ് വരും അല്ലേ? അതെ, ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ഇന്നത് pH എന്നും പറഞ്ഞ് അടിച്ചൊന്നും കൊടുക്കുക അങ്ങനെയൊന്നും വേണ്ട. എല്ലാം അപ്പൊ തന്നെ ആ മണ്ണില് ഇത് ചെക്ക് ചെയ്യാൻ ഇതിനെ ഏൽപ്പിച്ചൊരു ജോലിയുണ്ട്. ഈ 12 പാരാമീറ്റേഴ്സ് കണ്ടുപിടിച്ച് തരുന്നതാണ്. ഈ 12 പാരാമീറ്റേഴ്സും ഇതിന് റീഡ് ബട്ടൺ കൊടുക്കുമ്പോഴത്തേക്ക് അത് തന്നെ കണ്ടുപിടിച്ചിട്ട് ഇങ്ങോട്ടങ്ങ് അയച്ചു തരും. ഇത് നിങ്ങളുടെ റിസൾട്ട് ഇതാണ്, നിങ്ങൾ കണ്ടോ? എല്ലാം വരും, എല്ലാം വിശദമായിട്ട് വരും. അതിന്റെ PPM വരും, kg/hectare വരും. ഇത് നമുക്ക് ഷോപ്പിൽ വിൽക്കാൻ വേണ്ടിട്ട് നമുക്ക് തരുമോ? ഷോപ്പിൽ വിൽക്കാനായിട്ട് കുഴപ്പമില്ല. അതിന്റേതായ റിക്വയർമെന്റ് അനുസരിച്ചിട്ടാണ്. അത് ബിസിനസ് ഡീലാണെന്നുണ്ടെങ്കിൽ അത് വേറെ ഒരു രീതിയിലാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഇല്ല, അതായില്ല. മണ്ണിൽ നനവുള്ളപ്പോ മാത്രമല്ലല്ലോ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനൊന്നും ഇല്ലല്ലോ? അങ്ങനെയുണ്ട്. തീരെ ഉണങ്ങിയ മണ്ണില് ഇത് വാല്യൂ കാണിക്കുന്നത്. ഇപ്പൊ നമ്മുടെ മരുഭൂമിയിലൊക്കെ പോയിട്ട് മണലിൽ കുത്തിവെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല, അത് കാണിക്കത്തില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, ഈ ചെടി വെള്ളത്തിൽ കൂടെയാണ് ന്യൂട്രിയൻസ് വലിച്ചെടുക്കുന്നത്. അപ്പൊ ചെടിക്ക് വെള്ളം ഇല്ലെന്നുണ്ടെങ്കിൽ ആ മണ്ണിന് ന്യൂട്രിയൻസിന് പർപ്പസ് ഇല്ലെന്നാണ്. ഇത് പിന്നെ മോയ്സ്ചർ ഭയങ്കര കുറവാണ്. ഇതാണ് ഇപ്പോഴത്തെ റിസൾട്ട് വന്നിരിക്കുന്നത്. ഈ മണ്ണിൽ ഇപ്പൊ ഞാൻ ഉണങ്ങിയ സ്ഥലത്താണ് കുത്തിവെച്ചത്. ഏകദേശം 72% മോയ്സ്ചർ. പിന്നെ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ അല്ലേ, സിങ്ക് എല്ലാം അതിനകത്ത് കാണിക്കുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്, കോപ്പർ. അപ്പൊ ഇത് അക്ഷരാർത്ഥത്തിൽ ഈ ഒരു മെഷീൻ കൊണ്ട് വേറെ മണ്ണൊന്നും ടെസ്റ്റ് ചെയ്യാൻ പോകണ്ട അല്ലേ? അത് ഫാമേഴ്സിന്റെ ചോയ്സ് അനുസരിച്ച് അഡ്വൈസർ. ഇത് പോരാത്തതിന് ഇപ്പം നിങ്ങൾക്ക് ഇതിപ്പം ഒരു റിപ്പോർട്ടായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കണം. അപ്പൊ സാറ് ഇത് ചെക്ക് ചെയ്തിട്ട് സാറിന് വേറെ ഒരാൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ പ്രിന്റ് ബട്ടൺ ഞെക്കി കഴിഞ്ഞ് ഇത് ടെസ്റ്റ് റിപ്പോർട്ട് ഏത് സമയത്ത് എവിടെ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇത് പോരാത്തതിന് സാർ ഇവിടെ ഇപ്പൊ അടുത്ത നടാൻ പോകുന്നത് സാറ് കപ്പ നടാൻ പോവുകയാണ്, അല്ലെങ്കിൽ സാറിന് ഇവിടെ ഒരു തെങ്ങുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ അഡ്വൈസർ നോക്കാം. ഇപ്പം സാറിന് 1 ഏക്കറിൽ തെങ്ങിന് വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ചെക്കിംഗ് അനുസരിച്ചിട്ട് നൈട്രജൻ ആവശ്യത്തിനുണ്ട്. ആവശ്യത്തിനുള്ള സ്ഥിതിക്ക് POP അനുസരിച്ചിട്ട് എത്ര ന്യൂട്രിയൻസ് വേണം? 330 കിലോ ഇട്ടാൽ മതി. മനസ്സിലായില്ലേ? കാരണം 1 ഏക്കറോളം വളരെ കൃത്യമായിട്ട് എഴുതിയും വരും. അതെ, ഈ 330 ഏക്കർ എന്തോന്ന് ഇടണമെന്നുള്ളത് 330 കിലോ യൂറിയ തന്നെ ഇടണം. അങ്ങനെയല്ല, ഇപ്പൊ യൂറിയ ആണ് സാധാരണ യൂസ് ചെയ്യുന്നത് നൈട്രജന്. ഈ മണ്ണിൽ എന്താണ് ആവശ്യകത അതനുസരിച്ച് നമുക്കിത് മൊബൈലിൽ വരും. ഇനിയിപ്പോ കോക്കനട്ടിന്റെ പകരം ഞാൻ കപ്പ എടുത്തെന്ന് വെച്ചോ. കപ്പയ്ക്കാണെങ്കിൽ നൈട്രജൻ കുറച്ചുകൂടെ കുറച്ച് മതി. ശരി, അപ്പൊ ഈ നൈട്രജൻ കുറയോ നമുക്ക് നോക്കാം.
66 കിലോ ആയിട്ട് പറഞ്ഞു. 330 കിലോ ആയിരുന്നു നേരത്തെ. അത് 66 കിലോ. കപ്പയ്ക്കാണെങ്കിൽ അത്രയും നൈട്രജൻ മതി. കപ്പയ്ക്ക് അടുത്ത വിള നല്ലൊരു വിള വരണമെന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ നൈട്രജന്റെ ആവശ്യമുള്ളൂ. കാരണം ഇവിടെ ഓൾറെഡി നൈട്രജൻ ആവശ്യത്തിനുണ്ട്. അതെ, ഈ മണ്ണും എടുത്തുകൊണ്ട് നമ്മൾ വെളിയിൽ പോകണ്ട, നമ്മൾ സൈറ്റിൽ പോയി മണ്ണ് എടുക്കുന്നതന്നെ തന്നെ ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. 15 ആംഗിളിൽ 15 അടി താഴോട്ട് വെട്ടണം. അപ്പൊ എന്റെ പുകിലാണ് ഇതൊന്നും നമുക്ക് കുറച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും എളുപ്പമായില്ലേ കാര്യങ്ങൾ. ഈ അഡ്വൈസറി നിങ്ങളുടെ അക്കൗണ്ടിൽ ഓൺലൈനിൽ വന്ന് നടക്കും. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും തിരിച്ചു പോയി നോക്കാം. ഞാൻ അന്ന് നോക്കിയത് ഏത് ചെടിക്കായിരുന്നു, എത്ര ഉണ്ടായിരുന്നു വളം. അപ്പൊ ഞാൻ ഇന്നിപ്പോ നോക്കി 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് എന്റെ അവിടെ വിത്തിറക്കുന്നതെങ്കിൽ എനിക്ക് തിരിച്ചൊന്ന് നോക്കാം അന്ന് എത്രയായിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും മതി. ഓക്കെ, ഇങ്ങനെ ഒരു വീഡിയോ നൽകിയതിൽ അതിയായ സന്തോഷം, നന്ദി അറിയിക്കുന്നു. താങ്ക് യു.